എക്സലിലെ പേജ് ലേഔട്ട് മെനുവിലെ ഷീറ്റ് എന്ന ഓപ്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് എന്നുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മാർജിൻ, ഓറിയൻറ്റേഷൻ, സൈസ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നമുക്കിതിൻ്റെ മാർജിനും പേപ്പർ സൈസും ഓറിയൻറ്റേഷനും എല്ലാം മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും താഴെയുള്ള കസ്റ്റം മാർജിൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പം നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. പേജ് സെറ്റപ്പ് എന്നുള്ളൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എടുത്തതുകൊണ്ട് മാർജിൻ ആയിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ പേജ് സൈസാണ് എടുത്തിരുന്നതെങ്കിൽ പേജ് ആയിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ആ ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിൽ ഒരുപാട് പേജസ് ഉണ്ട് ഈ ഡോക്യുമെൻറ്റിൽ. പക്ഷേ ഹെഡിങ് കിടക്കുന്നത് ഫസ്റ്റ് റോയിൽ മാത്രമാണെങ്കിലാണ് ഈ ഷീറ്റ് എന്നുള്ള ഓപ്ഷനുടെ ആവശ്യം വരുന്നത്. അവിടെ നമുക്ക് റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് ഏത് റോയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യണത്, എല്ലാ പേജിലും എനിക്ക് ആ ഒരു ഹെഡിങ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് റോയാണോ നമ്മൾക്ക് വേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. എനിക്ക് ഈ സീരിയൽ നമ്പർ നെയിം എന്നുള്ള ഈ റോയാണ് വേണ്ടത്, അപ്പോൾ അതിൽ സെലക്ട് ചെയ്തു. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഓപ്ഷനിൽ പേജ് സെറ്റപ്പ് ഈ റോ സെലക്ട് ചെയ്തല്ലോ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ളിടത്ത് ഈ റോയുടെ നമ്പർ നമുക്ക് കാണാം. ഇനി നമുക്കൊരു കോളം ആണെങ്കിൽ ഇതുപോലെ തന്നെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ എന്നുള്ള ഓപ്ഷൻ പറയാം. നേരത്തെ നമ്മൾ റോസ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സെക്കൻഡ് പേജിൽ കണ്ടോ, സെക്കൻഡ് പേജിൽ ആ ഹെഡിങ്ങുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.